ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഐശ്വര്യയെ തട്ടിക്കൊണ്ടുപോകുന്ന ഗുണ്ടകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഐശ്വര്യ ശ്രമം നടത്തുമ്പോൾ അതെല്ലാം അവർ പരാജയപ്പെടുത്തുന്നു. അവസാനം വണ്ടി ഒതുക്കി അവർ ചില സാധനങ്ങൾ വാങ്ങിക്കാനായി നിൽക്കുന്ന നേരത്ത് അവരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ ഐശ്വര്യ ശ്രമിച്ചു. തന്നെ പിടിച്ചുകൊണ്ടുപോയ ആ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് കുതറിമാറി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഐശ്വര്യയുടെ പിന്നാലെ അവരും ഓടുന്നു. ഐശ്വര്യയെ പിടികൂടാനായി അവർ കുറെ ദൂരം ഓടുന്നതിനിടയിൽ ഐശ്വര്യ ചില സമയത്തൊക്കെ വീഴാനായി ഒരുങ്ങുമ്പോഴേക്കും അവിടത്തെ ഓടിയെത്തി അവർ അവളെ പിടികൂടി എന്ന ആ അവസ്ഥയിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടോടി. അവസാനം ഒരു കാറിന് മുന്നിലേക്ക് വന്ന് ഐശ്വര്യ വീഴുന്നു. കാറിനരികിലേക്ക് എത്തിയ ഐശ്വര്യയെ കണ്ട് പെട്ടെന്ന് അഖിൽ വണ്ടി നിർത്തി നോക്കുന്നു. ഐശ്വര്യ തന്റെ കാറിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും ഐശ്വര്യയുടെ പിന്നാലെ കുറെ പുരുഷന്മാർ ഓടി വരുന്നതും കണ്ട് ആ ഞെട്ടലിൽ ശ്യാമയും അഖിലും നോക്കി. ഉടനെ തന്നെ ശ്യാമ ഐശ്വര്യയെ കണ്ടതും വേഗം തന്നെ ശ്യാമയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി ഐശ്വര്യ പറഞ്ഞു, ശ്യാമയെ രക്ഷിക്കണം, ഒന്ന് ഇറങ്ങി വാ ശ്യാമേ എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ഉടനെ തന്നെ അഖിലും വേഗം പുറത്തേക്കിറങ്ങി. ശ്യാമയും അഖിലും പുറത്തേക്കിറങ്ങിയതോടെ കൂടെ ഉണ്ടായിരുന്ന വസന്തരാമയും പുറത്തേക്ക് വന്നു. അവർ 3 പേരും കൂടി എവിടേക്ക് എത്തിയതും ഐശ്വര്യ വേഗം വസന്തരാമയുടെ അരികിലേക്ക് എത്തി, അമ്മേ രക്ഷിക്കണം അമ്മേ, അവരെന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നതാണമ്മേ എന്ന് പറഞ്ഞ് ഐശ്വര്യ ബഹളം വെക്കുന്നു. വസന്തരാമ അത് കേട്ടില്ല എന്ന ഭാവത്തിൽ കൈ തട്ടി മാറ്റി അങ്ങനെ നോക്കുമ്പോൾ അഖിലിനരികിലേക്ക് ഐശ്വര്യ ഓടിയെത്തി. അഖിലെ, എന്റെ പൊന്നനിയ, അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടുവോ? അവന്മാരെ എന്നെ പിടിച്ചുകൊണ്ട് പോകാനായി വന്നതാണ് എന്ന് പറയുമ്പോൾ ഉടനെ ആ ഗുണ്ടകളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, അതെ, നിങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. അവളുടെ അമ്മ 10 ലക്ഷം രൂപയ്ക്ക് എനിക്ക് വിറ്റിരിക്കുന്നതാണ്. അതുകൊണ്ട് അവളെ ഇങ്ങനെ തന്നിട്ട് നിങ്ങൾ വേഗം പോകാൻ നോക്കൂ, അതാ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് അഖിലിനോട് അയാൾ ബഹളം വെക്കുന്നു. ഉടനെ ഐശ്വര്യ പറഞ്ഞു, അഖിലെ, എന്നെ രക്ഷിക്കണം അഖിലെ എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമയുടെയും അഖിലിന്റെയും കാല് പിടിക്കുന്ന രീതിയിൽ ഐശ്വര്യ അവരോട് ഇരുവരോടും അപേക്ഷിച്ചു. ശ്യാമയ്ക്ക് അരികിലേക്ക് എത്തി ഐശ്വര്യ ചോദിച്ചു, ശ്യാമേ, ഞാൻ നിന്നെ പോലെ ഒരു പെണ്ണല്ലേ, എന്നെ ഈ അവസ്ഥയിൽ നീ വെറുതെ വിട്ടിട്ട് പോകുവോ? എൻ്റെ അമ്മ, ഞാൻ ഞാൻ എത്രയോ സ്നേഹിച്ചതാണ് എൻ്റെ അമ്മയെ എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ശരിക്കും സംഭവിച്ചത്, അത് പറ എന്നറിയിച്ചു. ഉടനെ ഐശ്വര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ വാക്ക് വിശ്വസിച്ച് അമ്മയുടെ കൂടെ ആ വാടക വീട്ടിൽ കഴിയുകയായിരുന്നു. ആ അമ്മ 10 ലക്ഷം രൂപയ്ക്ക് അയാളുടെ അടിമയാക്കി എന്നെ മാറ്റിയിട്ട് പോയി. ഞാനിപ്പോൾ ഇയാളുടെ അടിമയാണ് ശ്യാമേ, 1 രൂപ പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ല, ഞാനിപ്പോൾ പട്ടിണിയാണ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്യാമയുടെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് ഐശ്വര്യ. ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ എനിക്ക് കിട്ടി, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. എന്നെ കൈവിടലേ, ഇവരുടെ കൂടെ എന്നെ പറഞ്ഞയക്കല്ലേ എന്ന് പറഞ്ഞ് ശ്യാമയോട് അപേക്ഷിക്കുന്നു ഐശ്വര്യ. ഇത് കണ്ട ഉടനെ ഐശ്വര്യ എന്ത് ചെയ്യാന്നറിയാൻ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഗുണ്ടകളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, അതെ, അവളെ ഇങ്ങ് വിട്ടിട്ട് ഈ സ്ത്രീകളെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ വേഗം പോകാൻ നോക്കുക എന്ന് അഖിലിനോട് അയാൾ പറഞ്ഞു. അത് കേട്ട ഉടനെ അഖിൽ പറഞ്ഞു, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ, അത് പറ്റില്ലല്ലോ എന്ന് ചോദിച്ചത്. ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇവരെയും വിളിച്ചുകൊണ്ട് പോകില്ല, അത് തീർച്ച. അപ്പോഴേക്കും അഖില് അങ്ങനെ സംസാരിക്കുന്നത് കേട്ട വസന്തരാമ പറഞ്ഞു, മോനെ, എന്തിനാ വെറുതെ അവരോട് തട്ടിക്കയറുന്നത്, വേണ്ട, അതൊന്നും വേണ്ട എന്ന് വസന്തരാമ അഖിലിനോട് പറയുമ്പോൾ അഖിൽ പറഞ്ഞു, അമ്മേ, അത് എങ്ങനെ അനുഭവിച്ചു കൊടുക്കാൻ പറ്റും? ഇവരെന്നല്ല, ഏതൊരു സ്ത്രീയാണെങ്കിലും അവരുടെ നേരെ ഇങ്ങനെ ഒരു അതിക്രമം കാട്ടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാനാകുമോ അമ്മേ എന്ന് ചോദിച്ച് വസന്തരാമയോട് അഖിൽ സംസാരിച്ചു. ഉടനെ തന്നെ അയാൾ വേഗം ബലമായി ഐശ്വര്യയ്ക്ക് അരികിലേക്ക് ചെന്ന്, ഇവിടെ വാടി എന്ന് പറഞ്ഞ് ഐശ്വര്യയെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അഖിൽ അയാളുടെ പുറത്തിന് ചവിട്ടുന്നു. അതിനുശേഷം അഖിൽ ആ 3 ഗുണ്ടകളെയും മർദ്ദിച്ച് അവശരാക്കാൻ ഒരുങ്ങുന്നത് കണ്ട് ആകെ വിഷമത്തിലാവുന്നു വസന്തരാമ. ഉടനെ തന്നെ വസന്തരാമ ശ്യാമയോട് പറഞ്ഞു, മോളെ, അഖിൽ തനിച്ച് ഇത് റെഡിയാവും തോന്നുന്നില്ല, അഖിലിന് തനിച്ചൊന്നും അവരെ നേരിടാനാവില്ല, അതുകൊണ്ട് വേഗം മോള് പോലീസിനെ വിളിക്കേ. അത് കേട്ട ഉടനെ ശ്യാമ ശരി അമ്മേ എന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ശരി സാർ, ഇപ്പൊ തന്നെ അവർ എത്തുമെന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു. അപ്പോഴേക്കും അഖിലിനെ അവർ കീഴ്പ്പെടുത്താനായി ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ശ്യാമ എന്ത് ചെയ്യുന്നറിയാതെ ആകെ പരിഭ്രമിച്ചു. പെട്ടെന്ന് ചുറ്റുപാടും ഒന്ന് നോക്കിയതിനു ശേഷം അവിടെ നിന്ന് വലിയൊരു തടിക്കഷ്ണം എടുത്തുകൊണ്ട് ശ്യാമ അഖിലിനരികിലേക്ക് എത്തി. അഖിൽ സാർ എന്ന് വിളിച്ച് ശ്യാമ ആ തടിക്കഷ്ണം എടുത്ത് അഖിലിന് നേരെ എറിഞ്ഞു കൊടുത്തു. അഖിൽ സാർ എന്ന് പറഞ്ഞതും അഖിൽ വേഗം ശ്യാമയുടെ നേരെ നോക്കുന്നു. ശ്യാമ തൻ്റെ അരികിലേക്ക് ഇട്ട് തന്ന ആ തടിക്കഷ്ണം കൃത്യമായി വാങ്ങിക്കുകയും അത് വെച്ച് തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ആ ഗുണ്ടകളെ അഖിൽ മർദ്ദിക്കുന്നു. അതിനുശേഷം അവിടെ വന്ന ഓരോരുത്തരെയും
തന്റെ കയ്യിലെ ആ വെടിവെച്ച് അടിച്ച് ഓടിച്ചു. അതിനുശേഷം അവരെ എല്ലാവരെയും അഖിൽ അടിച്ചോടിക്കുന്നു. ഗുണ്ടകളെയെല്ലാം ശരിക്കും മർദ്ദിച്ച് അഖിൽ അവരുടെ പിന്നാലെ ആ വടിയുമായി ഓടുമ്പോഴേക്കും അവർ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ശ്യാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് വസുന്ധരാമ അരികിൽ തന്നെ നിന്നു. ആ നിമിഷം അഖിൽ അവരെയെല്ലാം ഓടിച്ചെന്ന് മനസ്സിലാക്കിയ ഐശ്വര്യ വേഗം വസുന്ധരാമയുടെ അരികിലേക്ക് എത്തി. അമ്മേ, എന്നെ കൂടി തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അമ്മേ. എൻ്റെ അവസ്ഥ അത്രയ്ക്കും മോശമാണ്. അമ്മയുടെ കൂടെ ഞാൻ ഇറങ്ങിയെങ്കിലും ഇപ്പോൾ ഞാൻ തീർത്തും പട്ടിണിയിലാണമ്മേ. അമ്മയാണെങ്കിൽ എന്നെ തനിച്ചാക്കി അവർക്ക് എന്നെ വിറ്റതിന് ശേഷം അമ്മയോട് എന്നെ അരികിൽ നിന്ന് ഓടിപ്പോയി. ഇപ്പോൾ ഞാനാകെ തനിച്ചാണ്. എന്നെ ഒന്ന് രക്ഷിക്കണം. എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ 1 രൂപ പോലും ഇല്ല. ആകെ നിവൃത്തികെട്ട അവസ്ഥയിലാണ്. അപ്പോഴേക്കും അഖിലിന്റെ അരികിലേക്ക് എത്തി വീണ്ടും ഐശ്വര്യ പറഞ്ഞു, അഖിലെ, എൻ്റെ പൊന്നനുജ, എന്നോട് ഒന്ന് നീ ദയ കാട്ട്. ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കേ. എന്നെ തിരിച്ച് വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകാവോ? ആനന്ദനിലയത്തിലേക്ക് എന്നെയും കൂടി കൊണ്ടുപോകാമോ എന്നെല്ലാം ഐശ്വര്യ ചോദിച്ചു. ആ ചോദ്യം കേട്ട് വസുന്ധരാമയും ശ്യാമയും അഖിലും എല്ലാം ഞെട്ടി നിൽക്കുമ്പോൾ ശ്യാമയോട് ഐശ്വര്യ പറഞ്ഞു, ശ്യാമേ, എന്നെയും കൂടി തിരിച്ചു കൊണ്ടുപോകാൻ ഒന്ന് അമ്മയോട് പറയാവോ? എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോ ശ്യാമേ. ഞാൻ എല്ലാത്തിനും ക്ഷമ ചോദിക്കാം. എന്നോട് ക്ഷമിക്ക് ശ്യാമേ എന്നെല്ലാം ഐശ്വര്യ ചോദിക്കുമ്പോൾ അഖിലും ശ്യാമയും എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ പകച്ചിരുന്നു. ഉടനെ ഇപ്പോൾ 1 രൂപ പോലും എൻ്റെ അക്കൗണ്ടിലില്ല എന്ന് പറയുമ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം എന്താ? ഇപ്പോൾ പണമില്ല എന്നുള്ളതല്ലേ? എന്നാൽ കുറച്ച് പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം എന്ന് ശ്യാമ പറയുമ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, എന്നാൽ ഉടനെ വേണം ശ്യാമേ. ഒരു 10 ലക്ഷം രൂപ വളരെ അത്യാവശ്യമാണ്. അത് കേട്ട ശ്യാമ ഞെട്ടലോട് ചോദിച്ചു, 10 ലക്ഷം രൂപയോ? അഖിലും വസുന്ധരാമയും ആകെ ഞെട്ടിത്തെറിച്ചങ്ങ് നിൽക്കുമ്പോൾ ശ്യാമ പറഞ്ഞു, 10 ലക്ഷം ഒന്നുമില്ല, ഇപ്പൊ വേണമെങ്കിൽ 5 ലക്ഷം രൂപ ഇട്ട് തരാം. അത് കേട്ട ഉടനെ ശ്യാമയോട് ഐശ്വര്യ പറഞ്ഞു, എന്നാൽ ഉടനെ വേണം ശ്യാമേ. അപ്പോഴേക്കും വസുന്ധരാമ ശ്യാമയെ തടഞ്ഞു. മോളെ, അതെന്തിനാ? അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു, സാരയില്ലമ്മേ, മനുഷ്യനല്ലേ, എന്തേ ഈ ഓരോരുത്തരും ചെയ്യുന്നതിന്റെ കർമ്മം അവരവർ അനുഭവിക്കേണ്ടി വരും, അത് തീർച്ചയാണ് എന്ന് പറഞ്ഞ് ശ്യാമ വേഗം അഖിലിനോട് പോലും ചോദിക്കാതെ ഐശ്വര്യയുടെ ഫോണിലേക്ക് ആ പണം അയക്കുന്നു. ശ്യാമ അത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഐശ്വര്യയോട് പറഞ്ഞു, പണം ഇപ്പോൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. വസുന്ധരാമയും അഖിലും ശ്യാമയും കൂടി അവിടുന്ന് പോകാനായി പരസ്പരം നോക്കിക്കുമ്പോഴാണ് അഖിലിന്റെ മുന്നിൽ വെച്ച് ഐശ്വര്യ വളരെ സന്തോഷത്തോടെ ശ്യാമയോട് പറഞ്ഞു, ശ്യാമയെ ചെയ്തതിന് 1000 നന്ദിയുണ്ട്. ശ്യാമയ്ക്ക് നല്ലതേ വരൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടേക്ക് പോലീസ് ജീപ്പ് വന്നെത്തി. പോലീസ് ജീപ്പിൽ നിന്ന് ഒരു വനിതാ CI പുറത്തേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചു, ആരെയാണ് ഗുണ്ടകൾ ആക്രമിച്ചത്? ആരെയും ഓടിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടും ഉടനെ ഐശ്വര്യ പറഞ്ഞു, എന്നെയാണ് മേഡം, എന്നെയാണ് ഗുണ്ടകൾ ഓടിച്ചത്. എന്നിട്ട് ഗുണ്ടകൾ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അഖിൽ പറഞ്ഞു, ഞാൻ അവരെ അടിച്ചോടിച്ചു മേഡം. അപ്പോഴേക്കും ഓടിച്ചെങ്കിൽ അത് നന്നായി. അല്ല, എന്താ സംഭവിച്ചത്? എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഐശ്വര്യ പറഞ്ഞു, അതൊരു വലിയ കഥയാ മേഡം. അപ്പോഴേക്കും അവർ പറഞ്ഞു, കഥയൊന്നും കേൾക്കാൻ ഇവിടെ ഇപ്പൊ സമയമില്ല. പെട്ടെന്ന് നിങ്ങൾ കാര്യം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു, ഈ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്. ഇത് എൻ്റെ ഭർത്താവിൻ്റെ അനുജൻ. ഇത് അനുജന്റെ ഭാര്യ ശ്യാമ. ഇതെല്ലാം കേട്ട ഉടനെ സി മേഡം പറഞ്ഞു, അതിന് ശ്യാമ ആർക്കും അറിയാൻ പാടില്ലാത്തത്? നിങ്ങൾ കാര്യം പറ എന്ന് പറഞ്ഞപ്പോൾ ഐശ്വര്യ പറഞ്ഞു, അതെ, എന്നെ ഇവരെല്ലാവരും കൂടി ഒരു കാരണവുമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അത് കേട്ട ഉടനെ അഖിലും ശ്യാമയും വസുന്ധരാമയും ഞെട്ടലോടെ നോക്കി. ഐശ്വര്യ പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇവരെല്ലാവരും കുടുംബത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. ഞാനിപ്പോൾ എനിക്ക് വാടക വീട്ടിലാണ് ഞാൻ കഴിയുന്നത്. എനിക്കിപ്പോൾ ജീവിക്കാൻ വേറെ യാതൊരു വഴിയുമില്ല, യാതൊരു നിവൃത്തിയുമില്ല. ഒറ്റയ്ക്ക് എന്നെപ്പോലെ ഇതുപോലൊരു സുന്ദരിയായ ഒരു പെൺകുട്ടി തനിച്ച് ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മേഡത്തിന് അറിയില്ലേ എന്നൊക്കെ ഐശ്വര്യ സാറിനോട് കളവ് പറയുന്നു. അതെല്ലാം കേട്ടതും അഖിലും വസുന്ധരാമയും ഒക്കെ ഞെട്ടിത്തെറിച്ചങ്ങ് നിൽക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു, ഇവരൊക്കെ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് എന്നൊക്കെ ഐശ്വര്യ അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ വസുന്ധരാമ പറഞ്ഞു, അയ്യോ മേഡം, അങ്ങനെയല്ല. ഈ ഐശ്വര്യ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ? ശ്യാമയുടെ കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊല്ലാൻ വരെ ശ്രമിച്ചു. ശ്യാമയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതും അതിന് എന്താ തെളിവുള്ളത്? തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ശ്യാമ പറഞ്ഞു, അത് സത്യം തന്നെയാണ് മേഡം. എന്നെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വിഷം തന്നതാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള തെളിവുണ്ടോ? അപ്പോഴേക്കും വസുന്ധരാമ പറഞ്ഞു, അതിനുള്ള തെളിവ് അതില്ല മേഡം എന്നറിയിച്ചു. ഉടനെ തന്നെ വസുന്ധരാമയെ വീണ്ടും വസുന്ധരാമയോട് ദേഷ്യത്തോടെ മേഡം ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മകന്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്?
അപ്പോൾ അത് ശരിയായ നടപടിയാണ് നിങ്ങൾ ചെയ്തത് എന്നൊക്കെ ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു, ഞാനൊന്നും ഒരു തെറ്റും ചെയ്യാതെയാണ് മാഡം എന്നെ ഇവർ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. എൻ്റെ ഭർത്താവിനാണെങ്കിൽ ഞങ്ങളുടെ വിവാഹത്തിന് മുൻപ് തന്നെ ഒരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞു. അത് കേട്ട ഉടനെ അഖില് പറഞ്ഞു, മേഡം ഇതൊക്കെ ഇവർ വെറുതെ പറയുന്നതാണ് എന്നറിയിച്ചതും ശ്യാമ പറഞ്ഞു, അത് മേഡം അതിനു മുമ്പ് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അരുണിന് അറിയില്ലായിരുന്നോ? അല്ലാതെ ഇത് ചതിയൊന്നുമല്ല മേഡം എന്ന് അറിയിച്ചു. അപ്പോഴേക്കും അതെല്ലാം കേട്ടിടുന്ന സിഐ മേഡം ചോദിച്ചു, അത് ശരി, അപ്പോൾ നിങ്ങൾ വലിയ പ്രശ്നമാണല്ലേ അവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വസന്തമ്മ പറഞ്ഞു, മേഡം ഇവള് സ്വന്തം യൂട്രസ് റിമൂവ് ചെയ്ത പെൺകുട്ടിയാണ് മേഡം എന്നറിയിച്ചതും അത് കേട്ട ഉടനെ വസന്തരാമയോട് സി എ മേഡം പറഞ്ഞു, അതെ, നിങ്ങൾ പറയുന്നതിനൊക്കെ ന്യായമുണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ തെളിവുകൾ വേറൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല നിങ്ങളുടെ മകന്റെ ഭാര്യയാണ് ഈ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ഇവളെ ഇപ്പോൾ നോക്കേണ്ട ചുമതലയും നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഇവിടെ ഇങ്ങനെ തനിച്ചാക്കി പോകാൻ കഴിയില്ല. നിങ്ങൾ മൂന്നുപേരും ഇപ്പോൾ തന്നെ ഒരു തീരുമാനത്തിലെത്തണം. നിങ്ങൾക്കിടയിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. അതൊക്കെ തീരണമെങ്കിൽ അത് കുടുംബ കോടതിയിൽ പോകണം. അല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്ന് സ്ത്രീ മേഡം അറിയിച്ചു. എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ സ്ത്രീയും കൂട്ടിക്കൊണ്ട് പോയേ പറ്റൂ. നിങ്ങളുടെ മകന്റെ ഭാര്യയല്ലേ? അതെല്ലാം കേട്ടതും അഖിൽ പറഞ്ഞു, മേഡം അത് പിന്നെ എന്ന് പറഞ്ഞു, ഇനി ഒന്നും പറയണ്ട. അതെ, മരുമക്കള് അവരുടെ ഭർത്താവിനോടൊപ്പാ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വസന്തരാമയെ താക്കീത് ചെയ്യും വണ്ണം ആ മേഡം ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അഖിലും ശ്യാമയും വസന്തരാമയും ആകെ വിഷമത്തിലായി. പിന്നീട് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആ ഒരു കാര്യത്തിന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഐശ്വര്യയെ ആനന്ദ നിലയത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരുന്നു. ആനന്ദ നിലയത്തിലേക്ക് വന്നിറങ്ങിയ വസന്തരാമയും ശ്യാമയും അഖിലുമൊക്കെ ആകെ നിരാശയോടെ നിൽക്കുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയ ഐശ്വര്യയെ കണ്ട് വാതുക്കലേക്ക് എത്തിയ അമൃതയെടുത്തി ആകെ അന്തിച്ചു നോക്കുന്നു. ഐശ്വര്യ മുന്നിൽ വന്ന് നിൽക്കുന്ന കണ്ടതോടെ അമൃതയെടുത്തി അകത്തേക്ക് ഓടിക്കയറി പറഞ്ഞു, ആദ്യേട്ടാ, അച്ഛാ, ഒന്ന് വേഗം വന്നേ എന്ന് പറഞ്ഞ് ബഹളം വെച്ച് വിളിച്ചു. ഇതെല്ലാം കേട്ട ഉടനെ തന്നെ എന്താ കാര്യം എന്നറിയാതെ ആകെ എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ അമൃതയെടുത്തി അശ്വതിയും വിളിച്ചു. അശ്വതി, അച്ഛാ, ആദ്യേട്ടാ, ഒന്ന് വേഗം വന്നേ എന്ന് പറഞ്ഞ് അമൃതയെടുത്തി വേഗം വാതിലേക്ക് എത്തുമ്പോൾ ശ്യാമയെയും അഖിലിനെയും ഒക്കെ വലിയ സന്തോഷത്തോടെ ഐശ്വര്യ വിളിക്കുകയാണ്. അഖിൽ, വാ, അകത്തേക്ക് കയറാം. നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ ആകെ സ്തംഭിച്ചു നിൽക്കുന്നത്? അമ്മേ, വാ അമ്മേ, നമുക്ക് അകത്തേക്ക് കയറാം അമ്മേ. അല്ല, ശ്യാമയുടെ മുഖം കണ്ട വല്ലാതെ വിളറിയിരിക്കുകയാണല്ലോ. സത്യത്തിൽ ഈ സമയത്ത് പെൺകുട്ടികൾ നന്നായി സന്തോഷിച്ചിരിക്കേണ്ട നേരമാണ്. നന്നായിട്ട് സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയമാണിത്. എന്നിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ആകെ വിഷാദിച്ചിരിക്കുന്നത് മോശമാണ് എന്നൊക്കെ ഐശ്വര്യ ശ്യാമ ഉപദേശിച്ചു. ഓ, ഇതൊക്കെ പറയാൻ ഞാനിപ്പോ ഗർഭിണിയല്ലല്ലോ അല്ലേ? എന്തായാലും നിങ്ങളാരും അകത്തേക്ക് കയറുന്നില്ലെങ്കിൽ ഞാൻ അകത്തേക്ക് കയറി പോവാ. എന്നിട്ട് വിശാലമായിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണം എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞു. ഐശ്വര്യയുടെ വാക്കിൽ കേട്ട് കലിയുടെ വാതുക്ക നിൽക്കുകയാണ് അമൃതയെടുത്തി. അഖിലും ശ്യാമയും വസന്തരാമയും ഒന്നും മറുപടി ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് അമൃതയെടുത്തി എന്തോ സംഭവിച്ചു എന്ന് അമൃതയെടുത്തിക്ക് മനസ്സിലായി. ഉടനെ ഐശ്വര്യ വേഗം അവരുടെ 3 പേർക്കും അരികിലേക്ക് എത്തി ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. തനിക്ക് ഈ കുടുംബത്തിൽ നിന്ന് അങ്ങനെ പോകാനാവുകയില്ല എന്നും എന്തായാലും ഒന്ന് കുളിച്ചിട്ട് വേണം ഒന്ന് നന്നായി ഫുഡ് കഴിക്കാൻ എന്നൊക്കെ ഐശ്വര്യ അറിയിച്ചു. ഈ സമയത്ത് ഐശ്വര്യ അകത്തേക്ക് കയറി വരുമ്പോൾ ആനന്ദവർമ്മയും ആദിത്യനും കൂടി ഹാളിലേക്ക് എത്തി. അപ്പോഴേക്കും ഐശ്വര്യയും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. വീട്ടിലേക്ക് കയറി വരുന്ന ആ നിമിഷം തന്നെ ഐശ്വര്യ എല്ലാവരെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഓരോന്നും പറയുന്നത് കേട്ട് സത്യങ്ങൾ മനഃപൂർവ്വം മറച്ചു വെക്കേണ്ടി വന്നതിന്റെ വിഷമത്തിലും അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോൾ ഐശ്വര്യ മാത്രം തുള്ളിച്ചാടി വളരെ സന്തോഷത്തോടെ തന്നെ ഇറക്കി വിട്ടില്ല വീട്ടിലേക്ക് വീണ്ടും ആ പഴയ അധികാരത്തോടെ അവകാശത്തോടെയും വന്നു കയറിയതിന്റെ സന്തോഷമായിരുന്നു.